ഉസ്താദുമായിട്ടുള്ള എൻ്റെ അനുഭവം. എൻ്റെ ആട്ടീരി പ്രദേശത്ത് കോട്ടക്കൽ, മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ടൗണിന്റെ ഒരു ഭാഗമാണ് ആട്ടീരി. അന്ന് അത് ടൗണിൽ നിന്ന് കുറച്ച് അകന്നാണ്. ഇപ്പൊ ടൗണ് വികസിച്ചപ്പോൾ ആട്ടീരി ടൗണിന്റെ ഭാഗമായി മാറി. അവിടെ ഒരു വഅദ് നടത്താൻ തീരുമാനിച്ചു. ആരെ കൊണ്ടുവരും? ഏപ്പിനെ കൊണ്ടുവരാ. അന്നൊക്കെ അത്രേ പറയുള്ളൂ, നാട്ടുകാരുമാണ്, കമ്മിറ്റിക്കാർ അത്രയ്ക്കേ പറയുള്ളൂ. ഏപ്പിനെ വിളിക്കുക എന്ന്. അങ്ങനെ എ പി ഉസ്താദിനെ ക്ഷണിക്കാൻ വേണ്ടി ഞാനും അവിടുത്തെ മുദർരിസും കമ്മിറ്റിയിലെ പ്രധാനികളായ രണ്ടാളുകളും കൂടി പോയി. ആദ്യം പോയത് ഉസ്താദിന്റെ അടുത്തല്ല, ഈ വടകരക്കടുത്തുള്ള ഒരു വലിയ പണ്ഡിതന്റെ അടുത്താണ്. വഅദ് കൊണ്ട് പ്രസിദ്ധനാണ്. അക്കാലത്തെ വഅദിൽ മെജോറിറ്റി നിൽക്കുന്ന ആളാണ് അദ്ദേഹം. പേരും അഡ്രസ്സൊന്നും പറയുന്നില്ല, മരിച്ചുപോയി. ധാരാളം മസ്അലകൾ വഅദ് പറയും. അദ്ദേഹത്തെയാണ് കമ്മിറ്റി തീരുമാനിച്ചത്. ഞങ്ങൾ വടകര ബസ് ഇറങ്ങിയിട്ട് വയലിൽ കൂടി നടന്ന് 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 കുറേ കഷ്ടപ്പെട്ട് നടന്ന് വീട്ടിലെത്തി. ചെന്നപ്പോ ഉച്ച സമയമാണ്, നല്ല വെയില്, കഠിനമായ വെയില്. ആ സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടത്. അപ്പൊ ഇദ്ദേഹം ഷർട്ടും മുണ്ടും ഇസ്തിരി ചെയ്യണം. സിറ്റ് ഔട്ടിൽ നിന്നാണ് കടന്ന, പഴയ വീടാണ്, അതിന്റെ അകത്തുള്ള റൂമിൽ ഷർട്ടും മുണ്ട് ഇസ്തിരി ചെയ്യണം. അവിടത്തേക്ക് കടന്ന ഞങ്ങൾ ചെന്നു. അസ്സലാമു അലൈക്കും. എവിടുന്നാ വരുന്നത്? എന്തൊന്നുമില്ല. എന്തേ പോന്നു? ഞങ്ങൾ വഅദിന് ക്ഷണിക്കാമെന്നാണ്. ഈ കൊല്ലം പറ്റൂല, അടുത്ത കൊല്ലം പറ്റൂല, പിന്നത്തെ കൊല്ലം അടങ്ങി നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടെ തന്നെ അങ്ങനെ നിന്നു. കാരണം ഇത് ഇത്രയും കഷ്ടപ്പെട്ട് വെയില് കൊണ്ട്, ഒരു മുറുക്ക് വെള്ളം കിട്ടാതെ വെയില് കൊണ്ട് കഷ്ടപ്പെട്ട് വരികയല്ലേ. ഒരു 2 ദിവസം, 2 ദിവസത്തിനൊന്നും എന്റെ വഅദ് പറ്റൂല. ശാസ്ത്രത്തിൽ ഇപ്പൊ അമേരിക്കയിലൊന്നും പോണ വഅദ് ഞാൻ പറയില്ല. എന്റെ വഅദ് ചുരുങ്ങിയത് ഒരാഴ്ചയാണ്. അതിന് ഇക്കൊല്ലം പറ്റൂല, അടുത്ത കൊല്ലം പറ്റൂല. പിന്നെയും ഞങ്ങള് വിഷമിച്ചിങ്ങനെ നിന്നപ്പോ അദ്ദേഹം ദേഷ്യപ്പെട്ടു. പോകാനല്ലേ പറഞ്ഞത്? കാരണം ഒരു വഅദ് പറയുന്ന പണ്ഡിതനാണ്. ഞങ്ങൾ നിരാശപ്പെട്ട് തിരിച്ചു പോന്നു. നട്ടുച്ച സമയത്ത് കയറി വരുമ്പോ നമ്മളെ വീട്ടിലൊരു മനുഷ്യൻ വന്നാൽ നിങ്ങൾ എവിടുന്നാണ്? വല്ലതും കഴിച്ചോ? ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കി. ഇങ്ങനൊക്കെല്ലേ ഒരു മര്യാദ? ഞങ്ങൾ നിരാശപ്പെട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോരുമ്പോ ഇനിയിപ്പോ ആരെ ക്ഷണിക്കോ? അപ്പൊ ഈ കൂട്ടത്തിലുള്ള ഞങ്ങളെ മഹല്ലത്തിലെ മുദർരിസ്, അദ്ദേഹം എപ്പോഴും ഉണ്ട്, മുദർരിസ് പറഞ്ഞു എ പി ഉസ്താദിന്റെ അടുത്ത് പോയി വെക്കാറ്. ഞങ്ങൾ 3-4 ആള്. അപ്പൊ കൂടെയുള്ള ഈ കമ്മിറ്റി മെമ്പർമാര് ലീഗരാണ്. ഞങ്ങൾ 4 ആളും കൂടി പോയി. മർക്കസിൽ ചെന്ന് നോക്കുമ്പോ മർക്കസിന്റെ പണികൾ തുടങ്ങി വെച്ചതിന്റെ തകൃതിയായ പണി നടക്കണ കാലമാണ്. അവിടെ ഉസ്താദില്ല. അവിടുന്ന് പോയി വീട്ടിൽ ചെന്നു. ഞങ്ങൾ ഇങ്ങനെ വരുന്നു. വീട്ടിന്റെ ഉസ്താദിന്റെ വീടിന്റെ മുറ്റത്തേക്ക് ഇങ്ങോട്ട് കടക്കുമ്പോഴത്തേന് ഉസ്താദ് സിറ്റ് ഔട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഓടി വന്നിട്ട് കൈ പിടിച്ചിട്ട്, എവിടുന്നാ വരുന്നത് ഈ ഉച്ച സമയത്ത്? ആകെ ക്ഷീണിച്ചിക്കണല്ലോ, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കൈ പിടിച്ച് സ്വീകരിച്ച് ഞങ്ങളാണ് മുറ്റത്ത് കൊണ്ട്. ആര്? എ പി ഉസ്താദ് കൊണ്ടുപോയിട്ട് സിറ്റ് ഔട്ടിൽ ഇരുത്തി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് 2 ദിവസത്തെ വഅദൊക്കെ നമുക്ക് പിന്നെ പറയാം, നിങ്ങൾ ഇപ്പൊ ഭക്ഷണം കഴിക്കേ. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ക്ഷീണിച്ച് തളർന്നേക്കണ്, നിങ്ങളെ മുഖം പറയുന്നുണ്ട്. നിങ്ങളിരുന്ന് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് നമുക്ക് വഅദിന്റെ കാര്യം പറയാം. അങ്ങനെ ഞങ്ങൾക്ക് ചോറൊക്കെ കൊണ്ടുവന്ന് തന്ന് ഉസ്താദ് പറഞ്ഞു, ഇവിടെ 1-2 കാര്യങ്ങൾ പറഞ്ഞു തീരും. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് ഞാൻ അവരങ്ങോട്ട് പറഞ്ഞ് ഒഴിവാക്കി വിടാം. അപ്പോഴേക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കലും കഴിയും, എന്നിട്ട് നമുക്ക് വഅദിന്റെ കാര്യം ചിന്തിക്കാം. പകുതി ആശ്വാസമായി. ഞങ്ങൾ നേരെ വിപരീതം ഒരു പോസ്റ്റിൽ നിന്നാ വരുന്നത്, ഒരു അനുഭവത്തിൽ നിന്നാ വരുന്നത്. ഇവിടെ വന്നപ്പോഴുള്ള സ്വീകരണം എങ്ങനെയാണ്? അനുഭവിച്ച യാഥാർത്ഥ്യം 100 ഉലമാനെ സാക്ഷി നിർത്തി പറയാം. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഉസ്താദിന്റെ അവരോടുള്ള സംസാരവും കഴിഞ്ഞ് അവര് പിരിച്ചു. അവരെ പറഞ്ഞയച്ചു ഞങ്ങളിലേക്ക്. എവിടുന്ന് നിങ്ങൾ വരുന്നത്? അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. 2 ദിവസത്തെ വഅദ് വേണം ഞങ്ങളെ മഹല്ലത്തിൽ, അതിന് ആട്ടീരിക്ക് 2 ദിവസത്തെ വഅദിന് വേണം, ക്ഷണിക്കാൻ വന്നതാണ്. ഉസ്താദ് ഒരു ഡയറി കൊടുത്തിട്ടിട്ട് പറഞ്ഞു, ഇതിൽ ഒഴിവുള്ള കൊടുത്ത് എഴുതിക്കോളിയാണ്. ഡയറി മറിച്ച് നോക്കുമ്പോ ഒറ്റ ദിവസം എവിടെ ഒഴിവില്ല. ഞങ്ങൾ പറഞ്ഞ ഇതിലൊരു ദിവസം ഒഴിവില്ല, എവിടെ എഴുതാനാണ്? അപ്പൊ ഉസ്താദും കൂടി തിരിച്ചു മറിച്ച് നോക്കുമ്പോ ആട്ടീരിന്റെ വടക്ക് ഭാഗം കുഴിപ്പുറം, തെക്ക് ഭാഗം കുറ്റിപ്പുറം. കുറ്റിപ്പുറം പ്രസിദ്ധമായ റെയിൽവേ സ്റ്റേഷനിൽ കുറ്റിപ്പുറം ഉണ്ട്. അതല്ല, കോട്ടക്കൽ കുറ്റിപ്പുറം എന്ന ഒരു കുറ്റിപ്പുറം ഉണ്ട്. അവിടെ 2 ദിവസത്തെ വഅദുണ്ട്. കുഴിപ്പുറത്ത് 2 ദിവസത്തെ വഅദുണ്ട്. ഉസ്താദ് തന്നെ എന്ത് ചെയ്ത്,
കുഴിപ്പുറത്തുനിന്ന് ഒരു ഡേറ്റ് കട്ട് ചെയ്തു, കുറ്റിപ്പുറത്തുനിന്ന് ഒരു ഡേറ്റ് കട്ട് ചെയ്ത് ആട്ടിയിരിക്കാൻ 2 ദിവസം തന്നു. ഞങ്ങൾ തിരിച്ചു പോന്നു. അതിന്റെ ശേഷം ആട്ടിരിയിൽ വന്നു, ആള് പറഞ്ഞു, സന്തോഷമായി ഉസ്താദ് തിരിച്ചുപോയി. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. ഞാൻ പറഞ്ഞ ഈ ശിഷ്യന്മാരുണ്ടല്ലോ, പിൽക്കാലത്ത് ഉസ്താദ് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു, ലക്ഷങ്ങൾ അമുക്കി, പലതും ഉസ്താദിനെ പറ്റി പറഞ്ഞുണ്ടാക്കി. എന്നാ ഈ മനുഷ്യന്മാർ അവർ മരിച്ചുപോയി. നല്ല സ്വഭാവികളായിരുന്നു, രാഷ്ട്രീയ എന്തോ സുന്നികളായിരുന്നു, സുന്നത്ത് ജമാഅത്തുമായിരുന്നു. അവർക്ക് സുന്നത്ത് ജമാഅത്തിൽ ഇത്ര കടുംപിടുത്തുണ്ടായത് എന്താണെന്നറിയോ? ആര് ഏപ്പിനെ കുറ്റം പറഞ്ഞാലും ഞാൻ പറയില്ല, കാരണം എനിക്ക് ഏപ്പിനെ അറിയാം, ഞാൻ കണ്ടനുഭവിച്ചിട്ടുള്ളത് എന്ന് പറയും. അയാൾ അനുഭവിച്ചതാണ്, ആ പെരുമാറ്റമാണ്. വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ നേരത്തെ ഉള്ള അനുഭവം അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട ആളായാലും അയാൾക്ക് അദ്ദേഹത്തെ വേണ്ട, കാരണം ആ പെരുമാറ്റം അയാളെ വെറുപ്പിച്ചു. രണ്ടാമത്തെ പെരുമാറ്റം ഉസ്താദിന്റെ അടുക്കൽ ചെന്നപ്പോഴാണ്. ഉസ്താദിന്റെ പെരുമാറ്റം എന്തായി? ആള് ലീഗേരനാണെങ്കിലും ശരി, ഇദ്ദേഹം പറയും ഏപ്പിനെ ഞാൻ കുറ്റം പറയില്ല, അദ്ദേഹം ഒരു മനുഷ്യനാണ്, അനുഭവിച്ച അറിവാണ്. ഈ പെരുമാറ്റമാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടോ അല്ലെങ്കിൽ പണം കൊണ്ടോ അല്ല ഒരാള് നേതാവാകുക. നേതാവാകൽ എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ സ്വഭാവ മഹിമയാണ് അദ്ദേഹത്തെ നേതാവാക്കുക. ഉസ്താദിന് അത്രയും വലിയ നേതൃസ്ഥാനത്ത് എത്തിച്ചത് ഉസ്താദിന്റെ ആ സ്വഭാവ മഹിമയാണ്, നമുക്കുള്ള മാതൃകയാണ്. ആ സ്വഭാവ മഹിമയാണ് എന്തെല്ലാം ആ ഉസ്താദിന് കിട്ടി. ഖൈറുന്നാസി മൻ താല ഉംറുഹു വഹസുന അമലുഹു. എത്ര പള്ളികൾ ഉണ്ടാക്കി. ഇതിന് ഭാഗ്യം കിട്ടിയത് എന്തുകൊണ്ടാണ്? സ്വഭാവ മഹിമയാണ്. ഇത് നമ്മൾക്ക് വലിയ ഒരു മാതൃകയാണ്. ആര് നമ്മളോട് സംസാരിക്കാൻ വന്നാലും പെരുമാറാൻ വന്നാലും അദ്ദേഹം വീണ്ടും നമ്മെ സമീപിക്കണം, നമ്മുടെ അടുത്ത് വരണം, അദ്ദേഹത്തോട് ആ നല്ല സ്വഭാവത്തിൽ പെരുമാറണം. നമ്മുടെ സംസാരത്തിന്റെ ശൈലി ജനങ്ങൾ അകന്നു പോകാനും കാരണമാകും, ജനങ്ങളെ അടുപ്പിക്കാനും കാരണമാകും. നമ്മുടെ സംസാരം അപകടകരമാക്കി മാറ്റാനും പറ്റും, ഗുണകരമാക്കി മാറ്റാനും പറ്റും.